റിനു ശ്രീധർ, സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ADGPയുടെ 2023 സന്ദർശനം പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് പോലെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ? സുജയ, രാഷ്ട്രീയപരമായി സംസ്ഥാനത്ത് ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന ഒരു സംഭവമാണ് ADGPയുടെ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. രണ്ട് സാഹചര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിലുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ RSSൻ്റെ നേതാവിനെ കണ്ടത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് എന്നുള്ളതും അതേസമയം പാറമേക്കാവിലെ ഈ RSSൻ്റെ ക്യാമ്പിലെത്തിയാണെന്നുമുള്ള രണ്ട് സാഹചര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൃത്യമായി അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ ദിവസം, അതായത് 2023 മെയ് 22-ാം തീയതി ADGP തൃശ്ശൂരിൽ എത്തിയെന്നും RSSൻ്റെ നേതാവിനെ കണ്ടും എന്നുള്ളതാണ്. അതായത് തെളിവുകളൊന്നും അവശേഷിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം. കാരണം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലല്ല എന്നുള്ളതാണ്. ADGP രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാകണം അവിടെ സന്ദർശിക്കേണ്ടത്. ഒന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ADGPക്ക് അവിടെ വരാം. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാകണം വരേണ്ടത്. ഔദ്യോഗിക വാഹനത്തിൽ യൂണിഫോമിലടക്കം വരേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രഹസ്യ കൂടിക്കാഴ്ച. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലല്ല വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു RSSൻ്റെ നേതാവ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ വാഹനത്തിലാണ്. അതായത് ഔദ്യോഗിക വാഹനത്തിൽ വന്നാൽ അതിൻ്റെ ലോക്ക് ഷീറ്റിൽ കൃത്യമായി തന്നെ ഈ സ്ഥലത്തെത്തി എന്നുള്ളൊരു തെളിവ് ബാക്കിയാകും. അത് ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതില്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതും എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ഈ ദിവസം, അതായത് സന്ദർശിച്ച അതേ ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്കും DGPക്കും റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ക്രോഡീകരിച്ചുകൊണ്ട് അന്നേ ദിവസം തന്നെ DGPക്കും മുഖ്യമന്ത്രിക്കും കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ഈ വിവരവും കൈമാറി എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സാഹചര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയില്ല, ഒരു നടപടിയിലേക്ക് പോയില്ല? എന്തുകൊണ്ട് ADGP അവിടെ എത്തി എന്നുള്ളൊരു അന്വേഷണം നടത്തിയില്ല എന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ ഈ വിവരം പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ് ഇത്തരമൊരു ഇടപെടലിലേക്ക് പോകുന്നത്. അതായത് നിലവിൽ ADGPക്കെതിരായ ഒരു അന്വേഷണ സംഘം DGPയുടെ നേതൃത്വത്തിലുണ്ട്. ഈ സംഘം ADGPയുടെ ഈ സന്ദർശനവും അന്വേഷിക്കുമെന്നുള്ളതാണ് നമ്മൾ രാവിലെ തന്നെ നൽകിയ വാർത്ത. കൃത്യമായി തന്നെ ADGP എന്തിനാണ് അവിടെ എത്തിയത്, RSS നേതാവിനെ എന്തിനു സന്ദർശിച്ചു എന്നടക്കമുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരമൊരു അന്വേഷണം നടത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഉണ്ടാകണം, ഈ കാര്യം കൂടി അന്വേഷിക്കണം എന്നുള്ളത്. അന്ന് അന്വേഷിക്കാത്ത ഒരു കാര്യം ഇന്ന് എന്തിന് അന്വേഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. എന്തായാലും ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് LDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള സുനിൽകുമാർ ഈ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണം, ഇതെന്തിന് പൂഴ്ത്തിവെക്കുന്നു എന്നുള്ളൊരു ചോദ്യവുമായി മുന്നോട്ട് വന്നത്. അത് തന്നെയാണ് കേരള സമൂഹം ആകെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ 5 മാസക്കാലമായി എന്തിനിങ്ങനെ പൂഴ്ത്തിവെക്കുന്നു, അതെന്തുകൊണ്ട് പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ള ഒരു കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ക്രോഡീകരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഇത് എല്ലാം വെച്ച് സംശയിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് ചിന്തിക്കുന്നതിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് കേരള സമൂഹവും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ADGP MR അജിത് കുമാർ എന്തിന് അവിടെ പോയി എന്നുള്ളതാണ്. സുജയ സൂചിപ്പിച്ചതുപോലെ RSS ഒരു നിരോധന സംഘടനയല്ല. പക്ഷേ ഒരു ക്യാമ്പ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്യാമ്പ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ADGP എത്തണമെങ്കിൽ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, ആ സംഘടനയോട് അനുഭാവം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ സംഘടനയുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന വിഷയമുണ്ടാകുമ്പോൾ ADGPക്ക് അവിടെ എത്താം. ഇത് രണ്ടും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിന് അദ്ദേഹം അവിടെ സന്ദർശിച്ചു എന്നുള്ളതാണ്. ആ മാനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സുനിൽകുമാറും അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ADGPയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം പോലീസിൻ്റെ ഒരു ഇടപെടൽ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അതിലും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് പരിചയസമ്പന്നരായ ഒരു ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിക്കുന്നതിൽ സംസ്ഥാന പോലീസിന് അല്ലെങ്കിൽ ADGPക്ക് ഒരു പോരായ്മ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിതിനെ അവിടെ നിയമിച്ച അല്ലെങ്കിൽ പരിചയ കുറവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതാണ് ഈ വഴിവിട്ട ഒരു ഇടപെടലിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അവിടെ പോയത്. അത് വിശ്വാസികളിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് അടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നുണ്ടായിരുന്നു.